ക്യാമറയ്ക്ക് പ്രത്യേകിച്ചൊരു ഇമ്പോർട്ടൻസ് ഇല്ലാതെ നിങ്ങളുടെ എന്താ പറയുക കാഴ്ചപ്പാടിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫിയാണ് അബ്സ്ട്രാക്റ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അബ്സ്ട്രാക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അബ്സ്ട്രാക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഒബ്ജക്റ്റിനെ ഫ്രെയിം ചെയ്യുകയാണ്. ആ ഒബ്ജക്റ്റിൻ്റെ തനത് രൂപമല്ലാതെ മറ്റൊരു രൂപം ആ ചിത്രത്തിൽ ആ ഫ്രെയിമിനകത്ത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കലും നിങ്ങൾ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു പഴയ ഒരു ലോറി റോഡ് സൈഡിൽ കിടക്കുന്നത് കാണാണ്. ആ ലോറിയുടെ ഫോട്ടോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ആ ലോറിയുടെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗങ്ങളോ അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും നിങ്ങൾ നോക്കുമ്പോൾ അവിടെ അതല്ലാത്ത ആ ലോറിയുടെ ഹെഡ്ലൈറ്റ് ആണോ അല്ലെങ്കിൽ ലോറിയുടെ ഭാഗമാണോ എന്ന് തിരിച്ചറിയാത്ത വിധത്തിൽ മറ്റൊരു ഷേപ്പ് ആ ഫ്രെയിമിനകത്ത് കണ്ടെത്താൻ പറ്റുമെങ്കിൽ അവിടെയാണ് അബ്സ്ട്രാക്റ്റ് ഫോട്ടോഗ്രാഫിയിൽ നിങ്ങളുടെ വിജയം. ഇതിനകത്ത് ഒരു വലിയ ഒബ്ജക്റ്റിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒരുപാട് ചെറിയ ഒബ്ജക്റ്റുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു രൂപമായിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്യാം. സ്കൂളുകളിലൊക്കെ ഓഗസ്റ്റ് സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് ഇന്ത്യൻ ഫ്ലാഗൊക്കെ നിർമ്മിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കുറേ ഉയരത്തിൽ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും പല വസ്ത്രങ്ങളിൽ, അതായത് നമ്മൾ നാഷണൽ ഫ്ലാഗിൻ്റെ എല്ലാ കളേഴ്സിലുള്ള ഡ്രസ്സോ ക്യാപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ലൈനപ്പ് ആയി കഴിഞ്ഞാൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇത് ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഒരു ഫ്ലാഗായിട്ട് നമുക്ക് തോന്നാറുണ്ട് അല്ലേ. ഇതേപോലെ പല സന്ദർഭങ്ങളിലും നിങ്ങൾക്കിപ്പോൾ ഒരു സൈക്കിളിൻ്റെ ടയറിൻ്റെ ഒരു പോർഷൻ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത് നിങ്ങൾക്കൊരു ഡിഫറെൻറ്റ് സംതിങ് ഇതെന്താണ് എന്ന് കാഴ്ചക്കാരൻ അത്ഭുതപ്പെടുന്ന ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പ്രധാനമായിട്ട് അബ്സ്ട്രാക്റ്റ് ഫോട്ടോഗ്രാഫി ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചെയ്യാറുള്ളത്. കളറിലും ചെയ്യാറുണ്ട്. കളറിൽ ചെയ്യുന്നത് ഒരിക്കലും ഒരു കുഴപ്പമൊന്നുള്ള കാര്യമല്ല. അപ്പോൾ അബ്സ്ട്രാക്റ്റിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഷേപ്സിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കണം. ഇതിനായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു എന്താ പറയുക കളറിൻ്റെ സാച്ചുറേഷൻ ഉപയോഗപ്പെടുത്താം. അതിനകത്തുള്ള ലൈൻസ്, ലൈറ്റ് ആൻഡ് ഷെയ്ഡ്, ഇങ്ങനെ എന്തൊക്കെ അതിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടോ അതിനെയൊക്കെയും തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ അബ്സ്ട്രാക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ വളരെ എന്താ പറയുക, നിങ്ങൾക്ക് വ്യൂ ഫൈൻഡറിലൂടെ SLR ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വ്യൂ ഫൈൻഡറിലൂടെ പോയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള രൂപങ്ങൾ, ഷേപ്സ്, അതായത് ഒരു ഒബ്ജക്റ്റിനകത്ത് മറ്റൊരു ഒരു രൂപം അല്ലെങ്കിൽ ഒരു ഷേപ്പ് കണ്ടെത്താൻ നിങ്ങൾക്ക് പെട്ടെന്ന് സാധിച്ചേക്കില്ല. കാരണം അത് അത്രയധികം ചിന്തിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അത് അങ്ങോട്ട് പെട്ടെന്ന് ഓടി വരുള്ളൂ. ഒരു ആദ്യമായിട്ട് ക്യാമറ എടുത്ത് ഫോട്ടോഗ്രാഫിയിലോട്ട് ഇറങ്ങുന്ന ആൾ നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അതിനകത്ത് നിങ്ങൾ ഇപ്പോൾ ഒരാളിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ അയാളെ ഒരാളിനെ ആയിട്ട് കാണരുത്. അത് ഒരു ഒബ്ജക്റ്റായി കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അബ്സ്ട്രാക്റ്റ് ഫോട്ടോഗ്രാഫിയും നിങ്ങൾക്ക് കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ ക്യാമറയിൽ പിക്ചർ സ്റ്റൈലിൽ മോണോക്രോം എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അത് ഓൺ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ലൈവ് വ്യൂ ഇട്ടിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുകയാണെങ്കിൽ മോണോക്രോമിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെ കാണാൻ സാധിക്കും. അപ്പോൾ പകുതി വഴി നിങ്ങൾ താണ്ടിക്കഴിഞ്ഞു. ഇനി പകുതി വഴിയുള്ളത് ഓരോ ഒബ്ജക്റ്റിലേക്ക് നിങ്ങളുടെ ക്യാമറ ഫ്രെയിം ചെയ്തിട്ട് അതിനകത്ത് ഒരു ഡിഫറെൻറ്റ് ഷേപ്സ് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അന്വേഷിക്കലാണ് രണ്ടാമത്തെ ജോലി. പിന്നെ അബ്സ്ട്രാക്റ്റ് ഫോട്ടോഗ്രാഫിയിൽ ഓരോ ലൈൻസും ഓരോ ഷേപ്സും ഓരോ ഷെയ്ഡുകളും ഓരോരോ കഥകളാണ് വിളിച്ചു പറയുക. അത് കാഴ്ചക്കാരൻ്റെ മനസ്സിലേക്ക് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് മെസ്സേജായിട്ട് പോവുകയാണെങ്കിൽ അത് ഡീപ്പായിട്ടുള്ള പല സന്ദേശങ്ങളും നൽകും. പക്ഷേ ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ ഒരു സാധാരണ ജനങ്ങൾക്ക് ഈ ഫോട്ടോഗ്രാഫിയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫീൽ എന്താണെന്ന് പറഞ്ഞാൽ, അയാൾ ഒരു സാധാരണക്കാരൻ ആ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കും. നോക്കിയിട്ട് അയാൾ പെട്ടെന്ന് കണ്ണ് പിൻവലിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അയാൾക്കൊന്നും മനസ്സിലാവില്ല ഇതെന്തോ ഒരു ഷേപ്പ്. പിന്നീട് അയാൾ പെട്ടെന്ന് മുഖം തിരിച്ചതിന് ശേഷം അയാൾക്ക് പെട്ടെന്നൊരു അവിടെ ഒരു ഫ്ലാഷ് വരും. അതായത് ഇത് എന്തോ ഒരു സംഭവമല്ല, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളത് ഓർത്തിട്ട് അയാൾ വീണ്ടും ഒന്നുകൂടെ അബ്സ്ട്രാക്റ്റിലേക്ക് തിരിഞ്ഞ് വന്ന് നോക്കിയിട്ട് ഇത് അതിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ വന്നപ്പോഴല്ലേ ഇതുണ്ടായത്, ഇതങ്ങനെയല്ലേ, അങ്ങനെയുള്ള രീതിയിൽ അയാൾ വീണ്ടും ആ ഫോട്ടോയിലേക്ക് നോക്കുന്ന രീതിയിലേക്ക് ആ ചിത്രത്തെ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് അബ്സ്ട്രാക്റ്റ് ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അബ്സ്ട്രാക്റ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ സാധാരണ കഥയും കവിതയൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. എന്നാൽ ഒരു ടോപ്പ് ലെവൽ സാഹിത്യം വരികയാണെങ്കിൽ നമുക്ക് അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് വായിച്ച് മനസ്സിലാക്കാൻ, അല്ലേ. കാരണം നമ്മൾ വായിച്ചാലും ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവില്ല. പക്ഷെ പല സമയത്തും കുറേ നേരം കഴിഞ്ഞാൽ കുറേയൊക്കെ മനസ്സിലാവും. അതിങ്ങനെയാണ് പറഞ്ഞത്,
ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്, അതിങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നീടാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. അതേപോലെയാണ് ആബ്സ്ട്രാക്റ്റ് ഫോട്ടോഗ്രാഫിയും. ആബ്സ്ട്രാക്റ്റ് ഫോട്ടോഗ്രാഫി ഒരിക്കലും ആ സ്പോട്ടിൽ കാഴ്ചക്കാരൻ്റെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലില്ല. അയാൾക്ക് അതൊരു രൂപമായിട്ട് മാത്രമേ തോന്നുള്ളൂ. പിന്നീട് അയാളത് ആ രൂപത്തിൻ്റെ യഥാർത്ഥ സോഴ്സ് എവിടെയാണ് എന്ന് അന്വേഷിക്കുമ്പോൾ അയാൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് ആ ചിത്രം കൊണ്ട് കലാകാരൻ എന്താണ് ഉദ്ദേശിച്ച്, എന്ത് സന്ദേശമാണ് അയാൾ നൽകുന്നത് എന്നുള്ളത് കാഴ്ചക്കാരന് പിന്നീടാണ് പതുക്കെ അത് മനസ്സിലായി വരിക. അതുകൊണ്ട് തന്നെ അബ്സ്ട്രാക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർക്ക് അംഗീകാരവും വളരെ പതുക്കെ മാത്രമേ കയറി വരുള്ളൂ. പെട്ടെന്നൊരു ദിവസം കൊണ്ട് നിങ്ങൾ അംഗീകരിക്കപ്പെടണം എന്നില്ല. ഓക്കെ, അപ്പോൾ അബ്സ്ട്രാക്റ്റ് ഫോട്ടോഗ്രാഫി എന്ന മേഖല വളരെ ക്രിയേറ്റീവാണ്. നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ ഫോട്ടോഗ്രാഫി എന്നത് ഭാഷയില്ലാത്ത ഒരു മാധ്യമമാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ ഏറ്റവും പെട്ടെന്ന് അംഗീകരിക്കപ്പെടുന്നത് ആബ്സ്ട്രാക്റ്റുകളെ കൊണ്ട് തന്നെയാണ്. റിയൽ ലൈഫ് ഫോട്ടോഗ്രാഫിയേക്കാളും കൂടുതൽ ആബ്സ്ട്രാക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഡയറക്റ്റ് മെസ്സേജ്, അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് കാഴ്ചക്കാരന്, ഒരു മനുഷ്യൻ സാധാരണ ശ്രദ്ധിക്കാത്ത ഒരു ഭാഗം, ഒരു സംഭവം എടുത്തങ്ങോട്ട് കാണിക്കുക. അത് കാണിക്കുമ്പോൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പിന്നീട് അവർക്ക് മനസ്സിലാവും അതെൻ്റെ റിയൽ ലൈഫിൽ ഡെയിലി ഞാൻ കാണുന്ന സംഭവത്തിൻ്റെ ഒരു പോർഷൻ തന്നെയാണ്. അതവർ തിരിച്ചറിയുന്നത് ആ ഒരു മൊമെൻറ്റിലായിരിക്കും. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അബ്സ്ട്രാക്റ്റ് ഫോട്ടോഗ്രാഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അബ്സ്ട്രാക്റ്റ് ഫോട്ടോഗ്രാഫി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം. അബ്സ്ട്രാക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് വ്യൂ ഫൈൻഡർ ഫോട്ടോഗ്രാഫിയേക്കാളും കൂടുതൽ മോണിറ്റർ ഫോട്ടോഗ്രാഫി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു LCD ഫോട്ടോഗ്രാഫി ആയിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആവുക. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാവുമ്പോൾ നമുക്ക് കളേഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മുടെ കണ്ണിനെ ആദ്യം ആകർഷിക്കുന്ന കളേഴ്സാണ്. അപ്പോൾ കളേഴ്സിനെ അങ്ങോട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഷേപ്സ് ആയിരിക്കും, അതേപോലെ ഷെയ്ഡ്സും ആയിരിക്കും നമ്മളെ കണ്ണുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുക. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രൊഫൈൽ സെറ്റ് ചെയ്ത് മോണോക്രോം എന്ന ഒരു പിക്ചർ സ്റ്റൈൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈ കളേഴ്സിൻ്റെ ഇൻഫർമേഷൻ ഇല്ലാതെയായി കിട്ടും. നിങ്ങൾ ഒരു ഫ്രെയിമിലേക്ക് ആദ്യം ഒരു വൈഡായിട്ടുള്ള ഒരു ഫ്രെയിമിൽ നിന്നിട്ട് കുറേ ഒബ്ജക്ട്സ് തമ്മിൽ ചേരുമ്പോൾ ഏതെങ്കിലും രീതിയിൽ അതിനൊരു ഷേപ്പ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് അവിടെ ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ അതിലേതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സിന്, പല ഷേപ്സും ലൈൻസൊക്കെ ഉള്ള ഒരു ഒബ്ജക്റ്റിനെ വ്യത്യസ്തമായ രീതിയിലേക്ക് അതിനെ അപ്രോച്ച് ചെയ്യുക. ഒന്ന് ക്ലോസ് പോയിട്ട്, വളരെ അടുത്ത് പോയിട്ട് അതിലേതെങ്കിലും ഒരു ഭാഗം അത് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, പക്ഷേ അതിലൂടെ മറ്റൊരു ഷേപ്പ് ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക മൊമെൻറ്റിലെത്തുമ്പം ഇത് കൊള്ളാമല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നും. അതിനകത്ത് നിങ്ങൾക്ക് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ കമ്പോസിഷൻ മെത്തേഡുകളെല്ലാം ട്രൈ ചെയ്യാം. സിമ്മെട്രിയൊക്കെ വളരെയധികം എഫക്റ്റീവായിട്ട് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഒന്നുകിൽ ഫോക്കസിൻ്റെ ഒരു, അതായത് ഡെപ്ത് ഓഫ് ഫോക്കസിൻ്റെ ഒരു പ്രാധാന്യം ഇവിടെ വളരെയധികം ഉപയോഗിക്കാം. അതായത് ഡെപ്ത് ഓഫ് ഫോക്കസ് വളരെയധികം കുറച്ചിട്ട് നിങ്ങൾക്ക് കുറേ ഭാഗങ്ങൾ ബ്ലർ ചെയ്യുമ്പോൾ അവിടെ ഒരു ഗ്രേ ഷെയ്ഡുകൾ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഡെപ്ത് ഓഫ് ഫോക്കസ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ എൻറ്റയർ ലൈൻസൊക്കെ വളരെ ഷാർപ്പായിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ലൈനായിട്ട് കൊണ്ടുവരാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു മോണിറ്റർ ഓൺ ചെയ്തിട്ട് അല്ലെങ്കിൽ LCDയിലൂടെ നോക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഷേപ്സ് ആണ്. എന്തെങ്കിലും രൂപങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും, ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു രൂപം. ഓക്കെ, ഞാൻ ഇപ്പോൾ എൻ്റെ കാറിൻ്റെ ഹെഡ്ലൈറ്റാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. കാറിൻ്റെ ഹെഡ്ലൈറ്റ് അടുത്ത് പോയി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഞാനിങ്ങനെ ഫോക്കസൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്നൊരു ഒരു സ്ട്രൈക്കിംഗ് ആയിട്ട് ഒരു ഷേപ്പ്, ഇത് കൊള്ളാലോ എന്നുള്ളൊരു തോന്നില്ല. അതിനകത്ത് കുറേ ഷെയ്ഡ്സൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് കൊള്ളാം, അടിപൊളിയാണ്, അപ്പോൾ ഞാനത് അങ്ങോട്ട് ക്ലിക്ക് ചെയ്തെടുത്തു. അതുപോലെ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് അതിനകത്ത് എവിടെയെങ്കിലും ഒരു ഷേപ്സ് കിട്ടുമോ എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു രൂപം, അങ്ങനെ ഒരു നിങ്ങളുടെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ കൊത്തിവെച്ചിട്ടുള്ള രൂപങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും രൂപം, അങ്ങനെ ഒരു ഓപ്പൺ മൈൻഡായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും അതിനകത്തൊരു ഷേപ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓക്കെ, ഒരു ഷേപ്പ് ഒന്നും നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ആവുന്നില്ല എങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് ഷെയ്ഡ്സിനെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ, ഇത് എന്താ പറയുക, അബ്സ്ട്രാക്റ്റ് ഫോട്ടോഗ്രാഫി ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമല്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഷൂട്ടിങ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ പറഞ്ഞത്. നിങ്ങൾ അബ്സ്ട്രാക്റ്റ് കളേഴ്സിൽ ഒരുപാട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ രണ്ടാമത് നോക്കേണ്ടത് അതിനകത്ത് ഷെയ്ഡ്സ് എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഉള്ളതെങ്കിൽ ഗ്രേയുടെ, ബ്ലാക്ക് തൊട്ട് ഗ്രേന്ന് വൈറ്റിലേക്ക് എത്തുന്ന ഒരുപാട് ഷെയ്ഡ്സ് കാണാൻ പറ്റും. അപ്പോൾ ഒരു പ്രത്യേക പാറ്റേണിലോ അല്ലെങ്കിൽ ഒരു രീതിയിൽ വരുന്ന ഏതെങ്കിലും ഷെയ്ഡ്സ് അതിനകത്ത് കിട്ടുമോ എന്ന് നോക്കുക.
നോക്കുക. അപ്പോൾ നിങ്ങൾ പരമാവധി അത് നോക്കി, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷെയ്ഡ്സ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ കളർ പ്രൊഫൈൽ വീണ്ടും നിങ്ങൾ അവിടെ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾ ഒരു ജനറൽ ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും കളർ പ്രൊഫൈലുകൾ ഇടുക. കളർഫുള്ളായിട്ടുള്ള പ്രൊഫൈലുകൾ, ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒഴിവാക്കുക എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ കളർ പ്രൊഫൈൽസ് ഇട്ടിട്ട് നിങ്ങൾ അതിനകത്ത് സാച്ചുറേഷൻ കോൺട്രാസ്റ്റൊക്കെ ഒരല്പം കൂട്ടി വെച്ചിട്ട് വീണ്ടും ഇതേ ഫ്രെയിം ഒന്നുകൂടെ ട്രൈ ചെയ്യുക. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കൊരു റിസൾട്ട്, അതായത് ഒരു ഷേപ്പോ അല്ലെങ്കിൽ ഷെയ്ഡ്സോ കളറിൻ്റെ ഡിഫറൻസോ അങ്ങനെ എന്തെങ്കിലും സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ണിന് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്നത്, അതായത് ആദ്യം നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒബ്ജക്റ്റാണെന്ന് തോന്നണം, പെട്ടെന്ന് കണ്ണെടുത്തതിന് ശേഷം അയ്യോ ഇത് മറ്റേ സംഭവത്തിൻ്റെ ഒരു ഭാഗമല്ലേ എന്ന് കാഴ്ചക്കാരൻ തോന്നിയിട്ട് തിരിഞ്ഞു നോക്കുന്ന വിധത്തിലേക്ക് ഈ ഫോട്ടോസിനെ നിങ്ങൾ എത്തിക്കണം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് പ്രധാനമായിട്ടും ഒന്ന് നിങ്ങൾക്കൊരു ഷേപ്പ് കിട്ടുമോ നോക്കുക, രണ്ടാമത്തത് കളേഴ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ആയാലും ഷെയ്ഡ്സ്, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് കിട്ടുമോ എന്ന് നോക്കുക, മൂന്നാമത്തത് അതിനകത്ത് ലൈൻസ്, ഏതെങ്കിലും രീതിയിൽ ലൈൻസ് നിങ്ങൾക്ക് കൊണ്ടുവന്ന്, അതായത് ഒരു ഏത് രീതിയിലായാലും ഒരു ഇപ്പം ഫിഷിംഗ് നെറ്റ് ഷൂട്ട് ചെയ്യണം, അതിനകത്ത് ഒരുപാട് ലൈൻസ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. തലമുടിയാണെങ്കിൽ തലമുടിയിൽ ഒരുപാട് ലൈൻസ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ അതിനകത്ത് ഒരു ലൈൻസ് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതിന് ഒരു പ്രാവശ്യം നമുക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് ഓക്കെ ഒരു ഇവിടെ ഇങ്ങനെ ഒരു ഈ രീതിയിലൊരു ലൈൻ പോകുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ലൈൻസിനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ശ്രമിക്കുക. ആ ലൈൻസ് വന്ന് കൂടിച്ചേരുന്നതിൽ ഏതെങ്കിലും രീതിയിലൊരു രൂപം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ യു ആർ പെർഫെക്റ്റ്, ഡൺ. അതാണ് ഈ അബ്സ്ട്രാക്റ്റ് ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും വലിയ വിജയം. വെറുതെ